പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം, ബോംബെയിലെ നീറ്റ് പരീക്ഷ പാസ്സായി MBBS അഡ്മിഷൻ എടുത്ത കുട്ടി അടുത്ത ദിവസം തന്നെ മരണത്തിന് കീഴടങ്ങുകയുണ്ടായി, ആത്മഹത്യയായിരുന്നു. ഈ ആത്മഹത്യ നമ്മൾ ചർച്ച ചെയ്യാതെ പോകരുത്. ബോംബെയിലുള്ള ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആത്മഹത്യ ചെയ്യുന്ന കേരളത്തിൽ എന്തിന് ചർച്ച ചെയ്യണമെന്ന് നമ്മൾ പെട്ടെന്ന് ആലോചിക്കും. പക്ഷേ ആ ആത്മഹത്യക്കും ഈ കുട്ടിയുടെ ആത്മഹത്യക്ക് പിന്നിലുള്ള റീസൺ നമ്മളെ കേരളത്തിലുള്ള ഓരോ രക്ഷകർത്താവും അറിഞ്ഞിരിക്കേണ്ടതും ആലോചിച്ചിരിക്കേണ്ടതും അതിനനുസരിച്ചിട്ട് അവരുടെ ആറ്റിറ്റ്യൂഡ് മാറ്റേണ്ടതുമാണ്. ഈ കുട്ടി ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്, ഏതൊരു വ്യവസായിയും ഒരു ഡോക്ടർ നേടുന്നതിനേക്കാളും കൂടുതൽ സാമ്പത്തികം നേടുന്നുണ്ട്, പിന്നെ ഞാൻ എന്തിന് ഡോക്ടർ ആവണം എന്നാണ് ആ കുട്ടി ചോദിച്ചത്. 5 വർഷം പഠിച്ചിട്ട് ഞാൻ എന്തിന് ഡോക്ടർ ആവണം? ഇത് പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെ 2 ജഡ്ജിമാരടങ്ങുന്ന ശ്രീ പർദിവാല അധ്യക്ഷനായിട്ടുള്ള ഒരു 2 അംഗ ബെഞ്ചിന്റെ നിരീക്ഷണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. കോട്ട എന്ന് പറയുന്ന ഒരു പ്രദേശം രാജസ്ഥാനിൽ ഉള്ള ഒരു പ്രദേശമാണ്. കോട്ട കഴിഞ്ഞ 10-15 വർഷത്തോളമായിട്ട് IIT-യിൽ പോകാൻ താല്പര്യമുള്ളവർക്കും മെഡിസിന് പോകാൻ താല്പര്യമുള്ളവർക്കും എല്ലാം എൻട്രൻസ് കോച്ചിങ്ങിന്റെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പാണ്. അതായത് നമ്മള് മൃഗങ്ങളെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന മാതിരി കുറെ കെട്ടിയിട്ട് കുട്ടികളെ പഠിപ്പിക്കുക, അവരെയൊക്കെ റാങ്ക് വാങ്ങിപ്പിക്കുക, ജയിപ്പിക്കുക. 1-1.5 ലക്ഷം രൂപയാണ് അവരുടെ ഫീസ്. ഇത് വർഷങ്ങളായിട്ട് അവിടെ നടന്നു വരുന്നു. കുട്ടികൾ പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു, ജയിക്കുന്നു, അവരൊക്കെ ഡോക്ടർ ആവുന്നു അല്ലെങ്കിൽ എഞ്ചിനീയർ ആവുന്നു. നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് കേൾക്കുന്നവർ ആലോചിക്കുന്നു. 2023 ആ സീസണിൽ, ഒരു എക്സാമിനേഷന്റെ സീസണാണ്, ആത്മഹത്യ ചെയ്ത കുട്ടികൾ 26ആണ്. 2024 അത് 17ആയിട്ട് കുറഞ്ഞു. 25 അത് 14ആയിട്ട് കുറഞ്ഞു. കേൾക്കുമ്പോഴത്തേക്ക് നല്ല രസകരമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. എല്ലാ വർഷവും കുറഞ്ഞല്ലേ വരുന്നത്, പിന്നെ നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്നായിരിക്കും പ്രേക്ഷകർ ചിന്തിക്കുന്നത്. സുഹൃത്തുക്കളെ, 1.5 ലക്ഷത്തിൽ നിന്ന് 25,000 ആയിട്ട് കോട്ടയിലെ സ്റ്റുഡൻസിന്റെ അംഗസംഖ്യ കുറഞ്ഞപ്പോഴത്തേക്കാണ് ഇത്രയും മാറ്റം ഉണ്ടായത്. അതായത് കുട്ടികളെ കോട്ടയിൽ അയച്ച് പഠിപ്പിക്കുന്നതിനെ കോടതിയും രക്ഷകർത്താക്കളും സംസ്ഥാന ഗവൺമെന്റുകളും എല്ലാം രക്ഷകർത്താക്കളെ നിരുത്സാഹപ്പെടുത്തുകയും ബോധവൽക്കരണം ചെയ്തതിൽ കൂടെയാണ് 1.5 ലക്ഷത്തിൽ നിന്ന് 25,000-ലോട്ട് മാറിയത്. ഈ നഷ്ടപ്പെട്ട, ഇതിന്റെ മുമ്പുള്ള കണക്കുകളതിനേക്കാളും ഭീകരമായിരിക്കാം. പക്ഷേ ഓരോ വർഷവും 30-35 പേരെന്ന് വെച്ചാൽ രാജ്യത്തിന്റെ ജീനിയസുകളാണ്. അവർക്ക് മെഡിസിൻ പഠിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അവർ ആത്മഹത്യയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ അവർക്ക് അതിനെക്കൊണ്ട് കഴിവില്ലാത്തതുകൊണ്ട് നിരാശപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ തോൽക്കുമെന്നുള്ള ഭയം കൊണ്ടാണ് അവർ ആത്മഹത്യയിലേക്ക് പോകുന്നത്. ആലോചിച്ച് നോക്കുക. ഇതിന് സമാനമായ ഒരു സംഭവം തിരുവനന്തപുരത്ത് എനിക്ക് നേരിട്ടറിയാന്നുള്ളത് 10-40 വർഷത്തിന് മുമ്പുണ്ടായി. MBBS ഒരു താല്പര്യമില്ലാത്ത കേരളത്തിലെ ആദ്യത്തെ 10 റാങ്കുകളിൽ ഒരു റാങ്ക് വാങ്ങിച്ച വിദ്യാർത്ഥിയെ അവരുടെ രക്ഷകർത്താക്കൾ നിർബന്ധപൂർവ്വം പരീക്ഷ എഴുതിച്ച് ആദ്യം BDS കിട്ടി, പിന്നീട് MBBS കിട്ടി. പുള്ളിക്കാരൻ ദൂരെ പോയി MBBS പഠിച്ചു, പാസ്സായി, വന്നതിൻ്റെ അന്ന് സർട്ടിഫിക്കറ്റ് അമ്മയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, അമ്മ പറഞ്ഞ പ്രകാരം ഞാൻ MBBS പാസ്സായി, പക്ഷെ ഞാൻ ലൗകിക ജീവിതത്തോട് വിട പറയുകയാണ്. ഞാനൊരു ആത്മീയ ആശ്രമത്തിന്റെ ഡോക്ടറായിട്ട് ഞാൻ ഇനി ജോലി ചെയ്യാൻ പോവുകയാണ്, അതായത് സന്യസിക്കാൻ പോയി. രക്ഷിതാക്കള് എന്ത് ക്രൂരമായിട്ടുള്ള വിധിയാണ് ആ കുട്ടിയുടെ ഫ്യൂച്ചറിൽ അടിച്ചേൽപ്പിച്ചതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കും. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു രംഗത്ത്, ഒരു ടെക്നിക്കൽ രംഗത്ത് ഒരു വിദഗ്ധനാകേണ്ട, ഒരു ലാൻഡ്മാർക്ക് ആവേണ്ട ഒരു വ്യക്തിയാണ് ഒരു ആശ്രമത്തിലെ ഡോക്ടർ പണി ചെയ്ത് ഇഷ്ടമല്ലാതെ ജീവിച്ചു പോകും. രക്ഷകർത്താക്കള് അവരുടെ കുട്ടികളെ എന്താണോ എന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അതിനെ അവരെ നിർബന്ധിക്കുകയും അന്യായമായ മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കുട്ടികളുടെ ഭാവി അത്രയ്ക്ക് ശോഭനമാവില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. രക്ഷകർത്താക്കൾ ഇത്തരം കാര്യങ്ങളിൽ വിദഗ്ധരുടെ സേവനം എടുക്കുക, അവർക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുക്കുക. രക്ഷകർത്താക്കൾക്ക് ഇക്കാര്യത്തിൽ കൗൺസിലിംഗ് ആവശ്യമാണ്. രക്ഷകർത്താക്കളും കുട്ടികളുമായിട്ട്, കുട്ടികളുടെ ഭാവിയെ പറ്റിയിട്ട് വിദഗ്ധരുമായിട്ട് കൗൺസിലിംഗ് ചെയ്യുക. കുട്ടികൾ ആത്മഹത്യ ഒഴിവാക്കുക. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, ഒരു പ്രശ്നത്തിന്റെ തുടക്കം മാത്രമാണ് ഒരു ആത്മഹത്യ. നന്ദി, നമസ്കാരം.